റാഗിംഗ് വിഷയത്തിലുള്ള ഹർജികൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. കെൽസയുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. വിവരങ്ങൾ എന്താണ്? വീണ, റാഗിംഗ് അടക്കമുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കാനായിട്ട് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനായിട്ടാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കെൽസ ഒരു പൊതുതാൽപര്യ ഹർജി, അതായത് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നു. അടുത്തിടെ നിരവധി റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നിയമ സംവിധാനം അല്ലെങ്കിൽ ഈ റാഗിങ് തടയാനായിട്ടുള്ള ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് കെൽസ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഇത് ചീഫിന്റെ ബെഞ്ചിലേക്ക് വന്ന സമയത്താണ് ഈ വിഷയങ്ങൾ നിരവധി ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിച്ച് നടപടി സ്വീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടായിരിക്കും ഇനി വരുന്ന തുടർ വിഷയങ്ങൾ, അതായത് റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തുടർ വിഷയങ്ങൾ ഹൈക്കോടതി പരിഗണിക്കുക. പ്രധാനമായിട്ടും കെൽസ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതായത് റാഗിങ്ങിനെതിരായിട്ടുള്ള നടപടികൾ ശക്തമാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് റാഗിങ്ങിനെതിരായിട്ട് നിരീക്ഷണ സംവിധാനങ്ങൾ സംസ്ഥാന തലത്തിലാകട്ടെ ജില്ലാ തലത്തിലാകട്ടെ അത് ഒരുക്കുന്നതിലടക്കമാണ് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകണം. അതായത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഇത് കൃത്യമായിട്ട് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പുരോഗതി റിപ്പോർട്ട് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് കെൽസ ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് നിർബന്ധമാക്കിക്കൊണ്ട്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ റാഗിങ്ങിനെതിരായിട്ടുള്ള പുരോഗതി റിപ്പോർട്ട് ഏത് വിധത്തിൽ നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് നിർബന്ധമാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കണം. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നിരീക്ഷക സംവിധാനങ്ങൾ ഉണ്ടാകണം. അത് കൃത്യമാണോ എന്ന് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിക്കുകയും വേണം. എന്തൊക്കെ നടപടികളാണ് നിലവിൽ ഈ റാഗിങ്ങിനെതിരായിട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്, ഈ നടപടികൾ ഹൈക്കോടതിയെ അറിയിക്കണം. അതുകൂടാതെ തന്നെ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ എല്ലാ സ്കൂളുകളിലും രൂപീകരിക്കണം. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് സർക്കാർ അറിയിക്കേണ്ടതെന്നും ഈ ഹർജിയിൽ കെൽസ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഹർജി ഇനി പ്രത്യേക ബെഞ്ചിന്റെ മുന്നിലേക്കായിരിക്കും വരിക. പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്കൂളുകളിലാകട്ടെ കോളേജുകളിലാകട്ടെ ഒക്കെ തന്നെ റാഗിങ്ങിന് വിധേയമായി വിദ്യാർത്ഥികൾ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന സാഹചര്യം. ഇതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെൽസ ഇക്കാര്യത്തിൽ നിയമം കർശനമാക്കിക്കൊണ്ട്, നിരീക്ഷണ സംവിധാനങ്ങൾ കർശനമാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത്. എന്നാലും ഹർജി പ്രത്യേക ബെഞ്ചായിരിക്കും പരിഗണിക്കുക. എന്തായാലും ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാനായിട്ട്, അതായത് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുവാനായിട്ടുള്ള നടപടികൾ രജിസ്ട്രാർ പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ശരി രേഷ്മ, റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് വരും.